നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, വചനം ധ്യാനിപ്പാൻ തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പാർക്കുന്നിടത്ത് കർത്താവിൻ്റെ ദിവ്യപ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സകലവും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന യേശുവിൻ്റെ വിലയുടെ നാമത്തിൽ യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നോയമ്പിൻ്റെ 19-ാം ദിനമാകുന്നുവല്ലോ ഇന്ന്. ഇന്നത്തെ ധ്യാന വിഷയം മെസ്സിയ പ്രഭാത നക്ഷത്രം എന്നുള്ളതാണല്ലോ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 78-ഉം 79-ഉം വാക്യങ്ങൾ ആസ്പദമാക്കി ആകുന്നുവല്ലോ. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഉയരത്തിൽ നിന്ന് നമ്മെ സന്ദർശിച്ചിരിക്കുന്ന നക്ഷത്രമാണ് യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ ദൈവത്തോട് മറുതലിച്ച് അന്യദേവന്മാരെ സേവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചു. ചിലരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തു. മനുഷ്യരാശിയെ മുഴുവനും രക്ഷിക്കുന്നതിനും വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു രക്ഷണ്യ പദ്ധതിയായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നത്. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും പാത നിരപ്പാക്കുവാനും മുന്നോടിയായി യോഹന്നാനെ അയക്കുന്നു. യോഹന്നാനെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നു. പാപം മൂലം പ്രകാശം നഷ്ടപ്പെട്ട് ദൈവത്തെ അറിയാത്ത ഏതു ദേശവും ഇരുട്ടിൽ വസിക്കുന്നു. യെശയ്യാവ് പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്തെ പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ജീവനും പ്രത്യാശയും സമാധാനവും കൊടുക്കേണ്ടതിന് ക്രിസ്തുവാകുന്ന പ്രഭാത നക്ഷത്രത്തെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നതാണ് ക്രിസ്മസ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവിക്കുന്നു. അത് ബൈബിളിൽ 2 സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, വ്യഭിചാരക്കുറ്റത്തിന് പിടിക്കപ്പെട്ട യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ ആത്മീയ പ്രകാശവും ജീവൻ്റെ പ്രകാശവും കർത്താവായി മാറുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അവളെ വിമോചിപ്പിക്കുന്ന ജീവൻ്റെ പ്രകാശമായി കർത്താവായിത്തീരുന്നു. പാപത്താൽ ഇരുളടഞ്ഞ അവളുടെ ജീവിതത്തിൽ യേശുവാകുന്ന പ്രകാശം ഉദിച്ചുയരുമ്പോൾ പാപത്തിൻ്റെ കൂരിരുട്ട് അവളിൽ നിന്ന് ഇല്ലാതെയാകുന്നു. യേശുവാകുന്ന വെളിച്ചത്തെ പിന്തുടരുന്നവരുടെ ജീവിതത്തിൽ വെളിച്ചമായി കർത്താവ് മാറുന്നു. 2, അന്ധനായ മനുഷ്യന് കാഴ്ച നൽകുന്നതിലൂടെ യഹൂദ ചിന്തകളോട് വിയോജിക്കുന്ന കർത്താവിനെ ദർശിക്കാം. അന്ധനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതിലൂടെ ലോകത്തിൻ്റെ ആന്തരിക അന്ധതയെ മാറ്റുന്ന ആത്മീയ പ്രകാശമായി കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, അവൻ തന്നെയാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു നൽകിത്തന്ന വെളിച്ചം കൊണ്ട് ഇരുളിനെ നീക്കിക്കളയുന്നവരും മറ്റുള്ളവർക്ക് നാം പ്രകാശം കൊടുക്കുന്നവരും ആയിത്തീരണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ യേശുവേ, സ്വർഗ്ഗപിതാവേ, അവിടുന്ന് കർത്താവേ, ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് ധ്യാനിപ്പാൻ തന്ന നല്ല വാക്കുകൾക്കായിട്ട്, നല്ല വചനത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവെ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ പ്രകാശം, യേശുവിൻ്റെ പ്രകാശം കൊടുക്കുന്നവരായി ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷകൻ്റെ വിലയുടെ നാമത്തിൽ തന്നെ. ആമേൻ.